മറ്റൊരു ചോദ്യം, ഒരു സഹോദരി വന്നിട്ടുള്ളത്, അവർ വളരെ വിഷമത്തിലാണ്. അപ്പോൾ അവർ മറ്റൊരു ഇസ്ലാമൊക്കെ കളഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ വേറൊരു സമുദായത്തിൻ്റെ കൂടെ അദ്ദേഹം അങ്ങനെ പോയി. അപ്പോൾ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഇതിലിങ്ങനെ ഉറപ്പില്ല, തൻ്റെ ദീനിൽ തന്നെ അത്ര ഉറപ്പില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ കാണുന്നതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് ചെയ്യണം, മാറണമെന്ന് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് മുഴുവൻ അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് മാറാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് ഇനി ഒരു മാർഗം ഇയാളെ ഒന്ന് മാറ്റിയെടുക്കാൻ? അദ്ദേഹത്തിന് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ കൂടുമ്പോൾ ആ ഫോൺ കണ്ട് അങ്ങനെ ദുരുപയോഗപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റ് ദീനിൻ്റെ അതിൽ നിന്ന് മാറിപ്പോകുന്നു. ഇവർ സഹോദരനെയും മകനെയൊക്കെ അവർ കളിയാക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത് ദീനൊക്കെ പറയുമ്പോൾ. അതേസമയം മറ്റൊരു കൂട്ടത്തിൽ കൂടി അങ്ങനെ ആ ദീനിൻ്റെ ഒപ്പം പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. എന്താ പറയുക, അതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം തന്നെ ആ നാട്ടിൽ ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തെ അറിയുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരോട് എന്ത് ചെയ്യണം, ഇദ്ദേഹത്തെ ദീൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം. ഒരു വ്യക്തിനെയും നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ അങ്ങനെ ഒരു ബലാത്കാരവുമില്ല. അപ്പോൾ അയാൾ ഇത് ഉൾക്കൊണ്ട് മാനസികമായൊരു ചേഞ്ചിന്, മാറ്റത്തിന് വിധേയമായെങ്കിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ നാട്ടിലെ ദീനി സ്നേഹികളായിട്ടുള്ള മഹലുമായിട്ടോ അതിനടുത്ത് പ്രബോധന സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിന് ഒരു മാനസിക മാറ്റത്തിൽ നിങ്ങൾ പരിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളുകൾ പോയിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും, അവർ കാര്യങ്ങൾ വസ്തുതകൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവരെന്ത് ചെയ്യും, മാറും. അതല്ലാത്തൊരു വഴി നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ഇല്ലല്ലോ. ഒരാളെ ദീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളെ സമീപിച്ച് അവരെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് അവരിൽ സ്വാധീനം ചെലുത്തുക എന്നുള്ളത് മാത്രമേ സാധ്യമുള്ളൂ. ഈ ചോദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതേപോലെ പല ആൾക്കാരുണ്ട്. നമ്മളെ ചടങ്ങിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ രൂപങ്ങളിലും ഭാവങ്ങളിലൊക്കെ ഉണ്ടാവും. എന്നാൽ മറ്റതും ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ മറ്റൊരു പേര് സ്വീകരിച്ചു, നമ്മൾ വേറൊരു കൊടി സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അതല്ല ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ ഒരു ലാഘവത്തോടെ കാണുന്ന ആൾക്കാരുണ്ട്. അതെ, മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ പല ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ ഇപ്പോൾ ദീനിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എവിടെന്നെങ്കിലും യാദൃശ്ചികമായി കേൾക്കുന്ന പ്രസംഗങ്ങൾ, ക്ലിപ്പുകൾ, ഇതൊക്കെയാണ് വരുന്നത്. ഇതൊന്നും ഒരു അടിസ്ഥാന പഠനമല്ലല്ലോ. അതെ അതെ. അടിസ്ഥാന പഠനം എന്ന് പറഞ്ഞാൽ ഇതിനെ ശരിക്കും പഠിക്കണം. ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു ഫാർമസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പരിസരത്തിലെ ഡോക്ടർമാരുടെ എല്ലാ പ്രിസ്ക്രിപ്ഷനും അയാൾക്ക് അറിയാം. അപ്പോൾ എന്ത് ചെയ്യും, ആ ഡോക്ടർക്ക് പോകുന്ന ഒരാളോട് ചിലപ്പോൾ അയാൾ പറയുന്നത്, എന്താണ് അസുഖം, അവിടെ പോകേണ്ട കാര്യമില്ല, അയാൾ എഴുതുന്ന മരുന്ന് ഞാൻ എഴുതരാം എന്ന് ചിലപ്പോൾ അയാൾ പറയും. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നില്ല, അയാളെ സ്വീകരിക്കണില്ല. അത് എന്തുകൊണ്ടാണ്? അയാൾ ഡോക്ടറല്ല. ഡോക്ടർ എഴുതിയിട്ടുള്ള മെഡിസിൻ നമുക്ക് എടുത്തതിന് ഒരാൾ മാത്രം. ഇപ്പോൾ ഡോക്ടർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഡോക്ടർ അതിന് അടിസ്ഥാനപരമായി ശരീരശാസ്ത്രവും മെഡിസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് അയാൾ വരുന്നത്. അപ്പോൾ അയാൾക്കത് ചികിത്സിക്കാൻ പറ്റുള്ളൂ. നമ്മളെന്ത് ചെയ്തില്ല, നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും ബേസിക്കായിട്ട് പഠിക്കണില്ല. യഥാർത്ഥത്തിൽ ഈ ഫാർമസിസ്റ്റിൻ്റെ അവസ്ഥയാണ് ഉള്ളത്. എന്ത് ചെയ്യാണ്, ഓരോ പണ്ഡിതന്മാരും ആളുകളും ഓരോരുത്തർക്ക് കൊടുക്കുന്ന മറുപടികൾ, അല്ലെങ്കിൽ ഫത്വകൾ, അങ്ങനത്തെ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇതൊക്കെ കേട്ടുകൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും അത് അപൂർണമായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സംശയം അള്ളാഹുവിനെ കുറിച്ചോ അല്ലെങ്കിൽ വിധിവിശ്വാസത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ഹദീസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം മനസ്സിൽ രൂപപ്പെട്ടു വന്നാൽ അയാൾ എന്ത് ചെയ്യും, ആ ദീനിൽ തന്നെ അങ്ങോട്ട് പോകുന്ന അവസ്ഥ. അപ്പോൾ അടിസ്ഥാനപരമായ പഠനങ്ങൾക്ക് അവസരമുണ്ടാക്കുകയും അത് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾക്കുള്ള അടിസ്ഥാന പരിഹാരം.